യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്ക ഇറാൻ ധാരണാപത്രത്തിലെ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നും സുരക്ഷിതമായ വാണിജ്യ ഗതാഗതം ഉറപ്പാക്കൽ ഇറാന്റെ ബാധ്യതയെന്നും ധാരണാപത്രത്തിലുണ്ട്. ഇറാനെതിരായ നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കും. ഇറാന്റെ സാമ്പത്തിക പുനർനിർമ്മാണ പദ്ധതിക്ക് അമേരിക്കയും പങ്കാളികളാകും, പിന്തുണ നൽകും. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാനും ഉറപ്പു നൽകുന്നു. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഉടൻ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതും ധാരണാപത്രത്തിലുണ്ട്. MC നാസർ വിവരങ്ങൾ നൽകും. MC, അപ്പോൾ ധാരണാപത്രത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഒരു ഇറാന്റെ പുനർനിർമ്മാണത്തിൽ അമേരിക്ക അടക്കം പങ്കാളികളാകും എന്നുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം ലെബനൻ സംഘർഷം കൂടി അവസാനിപ്പിക്കാനുള്ള കരാറുകളൊക്കെ ഇതിനകത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ, അതായത് പോയിന്റുകളിലൊക്കെ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഒരു കരാറിലേക്ക് എത്തുമ്പോൾ ഇത് ഇരു കൂട്ടർക്കും വളരെ ഗുണപ്രദമാകുന്ന ഒരു കരാറാണെന്നാണോ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ആഴ്ചകൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിലാണ് ഒരു കരാർ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു ധാരണാപത്രം ഒപ്പുവെക്കാൻ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും വെർച്വലായിട്ടാണെങ്കിലും സാധിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ സാന്നിധ്യത്തിലായിരുന്നു ട്രംപ് ഈ കരാറിൽ നിർണായകം എന്ന് തന്നെ വിളിക്കാവുന്ന ഈ കരാറിൽ അല്പം മുമ്പ് ഒപ്പുവെച്ചിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഹോർമുസ് പൂർണ്ണമായിട്ടും സ്വതന്ത്രമായി തുറക്കാനും അതോടൊപ്പം തന്നെ നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കാനുമുള്ള ഒരു പശ്ചാത്തലം കൂടിയാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് 14 പോയിന്റുകൾ ആണ് ഇപ്പോൾ ഈ ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചില പോയിന്റുകൾ വളരെ വിശദീകരിച്ച് തന്നെ ഈ ധാരണാപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലെബനാൻ ഉൾപ്പെടെ മേഖലയിൽ എല്ലായിടത്തും ഈ സംഘർഷം അവസാനിപ്പിക്കുക എന്നതാണ് ഈ ഒരു ധാരണാപത്രത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു ഭാഗം. അതോടൊപ്പം തന്നെ ഇരു വിഭാഗവും പുതിയ ശത്രുതാപരമായിട്ടുള്ള ഒരു നടപടികളും പരസ്പരം കൈക്കൊള്ളരുത് എന്നുകൂടി ഈ ധാരണാപത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇരുകൂട്ടരും പരസ്പരം തങ്ങളുടെ പരമാധികാരത്തെ മാനിക്കേണ്ടതുണ്ട്. ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു നിലക്കും ഇടപെടരുത് എന്നതുകൂടി ഈ ധാരണാപത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാറിനായിട്ടുള്ള ചർച്ചകൾ നടത്തണമെന്നാണ് ഇപ്പോൾ ഈ ധാരണാപത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഇരു കൂട്ടർക്കും ചേർന്നുകൊണ്ട് ആ സമയപരിധി 2 മാസം എന്നത് ഇനിയും നീട്ടാനുള്ള ഒരു അവസരം കൂടി ഈ കരാറിന്റെ ഭാഗമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്ക ഇറാനെതിരെ നാവിക ഉപരോധം പൂർണ്ണമായിട്ട് പിൻവലിക്കണം എന്ന് തന്നെയാണ് ഈ ധാരണാപത്രം പറയുന്നത്. അതോടുകൂടി സമുദ്ര ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുകയും വേണം. വാണിജ്യ കപ്പൽ ഗതാഗതത്തിനായിട്ട് ഹോർമുസ് പൂർണ്ണമായിട്ടും ഇറാൻ തുറന്നു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ആ വ്യവസ്ഥയുടെ ഭാഗമായി തന്നെ ഭാവിയിൽ ഇറാനും ഒമാനും മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്കും ചേർന്ന് ആവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണം ഈ കപ്പൽ ഗതാഗത പാതയിൽ അവർക്ക് ഏർപ്പെടുത്താവുന്നതാണ് എന്ന ഇറാന്റെ നേരത്തെയുള്ളൊരു ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ ധാരണാപത്രം രൂപപ്പെട്ടിരിക്കുന്നത്. ഹോർമുസ് മുഖേന സുരക്ഷിതമായിട്ടുള്ള വാണിജ്യ ഗതാഗതം ഉറപ്പാക്കുക എന്നത് ഇറാന്റെ ബാധ്യതയാണ് എന്നുകൂടി ഈ കരാറിൽ പറയുന്നുണ്ട്. ഇറാന്റെ സാമ്പത്തിക പുനർനിർമ്മാണ പദ്ധതിക്ക് അമേരിക്കയും പങ്കാളികളും ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകണം എന്നതാണ് ഈ കരാറിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുത. ഏതാണ്ട് $300 ബില്യൺ ഒരു പുനർനിർമ്മാണ പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് അമേരിക്കയും മേഖലയിലെ മറ്റു രാജ്യങ്ങളും സാമ്പത്തിക സഹായം നൽകണം. അതിന്റെ സ്വഭാവവും പ്രയോഗവൽക്കരണവും സംബന്ധിച്ച് ഒരുപക്ഷെ ചർച്ചയിലൂടെയാണ് രൂപം കാണുക. ഭാവിയിലെ കരാറിന്റെ ഭാഗമായിട്ട് ഉപരോധങ്ങൾ നീക്കം ചെയ്യാനുള്ള റോഡ് മാപ്പ് തയ്യാറാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് മറ്റൊന്ന്. ഇറാന്റെ എണ്ണ കയറ്റുമതിക്കും ബന്ധപ്പെട്ട വ്യാപാരങ്ങൾക്കുമുള്ള ഇപ്പോൾ ഏർപ്പെടുത്തിയ വിലക്കുകൾ നീക്കം ചെയ്യും, ഇളവുകൾ നൽകും. ചർച്ചയുടെ പുരോഗതി മുൻനിർത്തിയായിരിക്കും ഈ മരവിപ്പിച്ച സ്വത്തുക്കളുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള കൈമാറ്റം നടക്കുക. മറ്റൊന്ന്, ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാൻ കൃത്യമായി തന്നെ ഉറപ്പു നൽകുന്നുണ്ട്. അതോടൊപ്പം യുറേനിയം സമ്പുഷ്ടീകരണവും ആണവ മേൽനോട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഭാവി ക്രമീകരണം അത് ഈ ചർച്ചകളിലൂടെ ആയിരിക്കും രൂപപ്പെടുക. അവസാനമായി പറയുന്നത്, കരാർ പാലനം നിരീക്ഷിക്കാനും അത് നടപ്പാക്കുന്നതിനും വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഉപാധികൾ, ഏതെങ്കിലും കക്ഷികൾ കരാർ ലംഘിക്കുകയാണെങ്കിൽ കൈക്കൊള്ളേണ്ട നടപടികൾ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖ കൂടി ഇതിന്റെ ഭാഗമാണ്. എന്തായാലും ഒരു താൽക്കാലിക ധാരണയാണിത്. 2 മാസം എന്നത് വളരെ നിർണായകമായിരിക്കും. അതിൽ ആ ചർച്ചകൾക്ക് നാളെ ഇപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇനി അറിയേണ്ടത്. കാരണം ഈ 2 മാസത്തിനകം മറ്റ് ചില കാര്യങ്ങളിൽ, അതായത് അഭിപ്രായ ഭിന്നതയുള്ള പല കാര്യങ്ങളിലും ഒത്തുതീർപ്പിൽ എത്താൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുമോ എന്നുള്ളതാണ്. ആണവായുധം നിർമ്മിക്കില്ല എന്നുള്ള ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ തയ്യാറാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതേപോലെ തന്നെ മറ്റ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഹോർമുസിലടക്കം ചുങ്കം പിരിക്കാനുള്ള നീക്കമൊക്കെ നേരത്തെ ഇറാൻ നടത്തിയിരുന്നു. അതിൽ നിന്നൊക്കെ പൂർണ്ണമായി പിന്മാറിയോ തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തതയില്ല. അപ്പോൾ ഇനി വരുന്ന ഈ 2 മാസം ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും പ്രധാനമായും ഇനി ധാരണയിലെത്താനുണ്ടാവുക?
ഏറ്റവും പ്രധാനപ്പെട്ടത് ആണവ വിഷയം തന്നെയാണ്. കാരണം അതിൽ ഒരു ചർച്ചയും ഇപ്പോൾ ഈ പ്രാരംഭഘട്ടത്തിൽ നടന്നിട്ടില്ല. നാളെ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത് ജനീവയിലാണ്. മിക്കവാറും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ കാലിബാഫ് അതിൽ പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വൈസ് പ്രസിഡന്റ് JD വാൻസ് പങ്കെടുക്കുമെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട്. ഈ രണ്ട് നേതാക്കളുടെ സാന്നിധ്യത്തിലായിരിക്കും ചർച്ചകൾക്ക് തുടക്കം കുറിക്കുക. പക്ഷേ ചർച്ചകളുടെ സ്വഭാവം, മുന്നോട്ടുള്ള നീക്കം എന്നതൊക്കെയും വളരെ നിർണായകമായിരിക്കും. അതോടൊപ്പം തന്നെയാണ് ലബനാനിൽ ഈ യുദ്ധം നിർത്തുന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് നൽകിയിട്ടില്ല. അല്പം മുമ്പ് ആക്സിയസ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ട്രംപിനെ നെതന്യാഹു അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം, ഇത് തങ്ങളുടെ സുരക്ഷ എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് കരാറിൽ ഭാഗഭാക്കല്ലാത്തൊരു രാജ്യം എന്ന നിലയ്ക്ക് തങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അനുമതി നൽകണമെന്നാണ് നെതന്യാഹു അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അല്പം മുമ്പ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹിസ്ബുല്ല നടത്തിയിരിക്കുന്ന ഒരു സ്ഫോടനത്തിൽ 7 സൈനികർക്ക് പരിക്കേൽക്കുകയും ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നബാത്തിയയിലും മറ്റും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്കാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. അപ്പം ലബനാൻ സമാധാനം കൈവരിക്കുക എന്നത്, അത് പ്രയോഗവൽക്കരിക്കുക എന്നത് ഈ കരാറിന്റെ നിലനിൽപ്പിന് നിർണായകമായിരിക്കും. അപ്പോൾ ഹിസ്ബുല്ലയും ഇസ്രായേലും ഇതിൽ എങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമെന്നത് പ്രധാനമാണ്. ഇസ്രായേലിനെ അതിൽ നിന്ന് അമർച്ച ചെയ്യാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ഈ കരാർ ഈ പൂർണ്ണ വളർച്ചയെത്തുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കാനുള്ള ഒരു വലിയ സാധ്യത കൂടി ഇപ്പോൾ തുറന്നിടുകയാണ് ഈ ഇസ്രായേൽ നേതൃത്വം എന്നത്. ശരി, നാസറാണ് കരാറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ധാരണാപത്രത്തിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട ധാരണയിലേക്കാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ വിവരങ്ങൾ കൂടിയാണ് പുറത്തുവന്നത്.